പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സ്നേഹിതൻ്റെ വേർപാടിൽ നെടുവീർപ്പോടുകൂടെ അടയ്ക്കപ്പെട്ട കല്ലറയുടെ മുമ്പിൽ ഈശോ നിൽക്കുന്നു. ആ കല്ലറയ്ക്കുള്ളിൽ ദുർഗന്ധം ഉണ്ട് എന്ന് മാർത്ത പറയുമ്പോഴും ഈശോ പറഞ്ഞത് ഇപ്രകാരം: ആ കല്ലെടുത്ത് മാറ്റുക. ആ പറച്ചിൽ മാർത്തയോടും കൂടിയാണ്. നിന്റെ വിശ്വാസത്തിന് മുകളിൽ നീ എടുത്തു വച്ചിരിക്കുന്ന കല്ല് എടുത്തു മാറ്റുക, എങ്കിൽ നീ ദൈവമഹത്വം ദർശിക്കും. തുറക്കപ്പെട്ട കല്ലറയ്ക്ക് മുമ്പിൽ തുടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയം ലാസറിനോട് പറയും: ലാസറെ, നീ പുറത്തു വരിക. അവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് കണ്ട ഈശോ പറയും: അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഇരുട്ടിലാണ് നമ്മളെന്ന് തിരിച്ചറിയുമ്പോഴും ഈശോ അപ്പോഴും പറയുന്നുണ്ട്: നീ നിന്റെ കല്ല് എടുത്തു മാറ്റുക. നീ അകത്ത് ഇരുട്ടിൽ നിൽക്കേണ്ടവനല്ല, പുറത്തെ വെളിച്ചം നിനക്കും അവകാശപ്പെട്ടതാണ്. നീ പുറത്തു വരണം. നിന്റെ കെട്ടുകൾ ഞാൻ അഴിക്കാം. നീ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ തിരുവചനത്തിൻ്റെ ജീവദായകമായ ശക്തി ഇത് കേൾക്കുന്ന കാണുന്ന ഓരോരുത്തരിലും ഈ നിമിഷം യേശുനാമത്തിൽ നിറയപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ സൗഖ്യവും സമാധാനവും രക്ഷയും വിടുതലും ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.